എന്താ അനൂപ് മേനോൻ മോഹൻലാൽ പ്രൊജക്ടിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? അത് നെക്സ്റ്റ് ഇയറേ സംഭവിക്കും എന്നുള്ളതാണ്. അതിന്റെ പ്രൊഡക്ഷൻ മാറി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൽക്കട്ടയിലെ ദുർഗാപൂജ ആണ് അതിന്റെ ഒരു പ്രധാന സീക്വൻസ് ഷൂട്ട് ചെയ്യേണ്ടത് കൊൽക്കട്ടയിൽ. അപ്പൊ അത് നെക്സ്റ്റ് ഇയർ ഇനി പോസിബിൾ ആവും. അപ്പൊ അതോട്ട് 20 days ഷൂട്ട് ആ ഫെസ്റ്റിവലിലുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹംബഗാണത്. അത് ആ സമയത്ത് ഷൂട്ട് ചെയ്ത ഒരു ആക്ഷൻ ഫൈറ്റ് സീക്വൻസ് ആണ് അതിന്റെ ഇടയിൽ നടക്കുന്നത്. അതങ്ങനെ ഓത്തന്റിക് ആയിട്ട് അതിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അതുള്ളത്. പിന്നെ അതൊരു മറ്റൊരു പ്രൊഡക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. അനൂപേട്ടൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലാലേട്ടനുണ്ട്. ഞങ്ങൾ വലിയ സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ എടുത്ത് ചില്ല് ചെയ്ത് കുറച്ച് കൂട്ടുകാരൊക്കെ ആയി പണ്ടത്തെ ഒരു കാമുകിയൊക്കെ ആയി അങ്ങനെ ഒരു ലാലേട്ടനെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. അനൂപേട്ടനും ആ ഏരിയ അത് തന്നെയാണ്. അതിനകത്ത് കടുകിട വ്യത്യാസമില്ലാത്ത 5 പാട്ടുകളുള്ള 3 ഫൈറ്റുകളുള്ള അങ്ങനെ ഒരു സിനിമ തന്നെയാണത്. അതെല്ലാം ആ ഒരു നമുക്ക് ആഗ്രഹമുള്ള നമുക്കെല്ലാം ഇപ്പൊ വിഷ്ണു പറഞ്ഞ ആ ഒരു ഏരിയ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വേർഡന്റ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്ന അത്തരം സിനിമകളുടെ ഇതാണ്. അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോലെ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇറ്റ്സ് എ ബിഗ് ഫിലിം. അതിന്റെ ബഡ്ജറ്റ് വളരെ വലുതാണ്. ഇത്രയും പാട്ടുകളും ഫൈറ്റും എല്ലാം വെച്ച് അത് ആ സ്ക്രിപ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഞാൻ ഓരോ മാസവും അത് ഇപ്പോഴും ആയിരിക്കുന്നതും അതിന്റെ സ്ക്രിപ്റ്റാണ്. സോ അത് ഇറ്റ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഇയർ സംഭവിക്കും. ലെറ്റ്സ് ടേക്ക് ടൈം ആൻഡ് ഡു ഇറ്റ് എന്നാണ് ലാലേട്ടനും പറഞ്ഞത്. അതവിടെ അതിന്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ അത് നടക്കട്ടെ.